ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ അവരാണിപ്പം ചരട് വലിക്കുന്നത്. ഇത് GCC രാജ്യങ്ങൾ ഇറാനോടൊപ്പം ഇറാനെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ നോർമലിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. അതാണ് ട്രംപിൻ്റെ ആക്രമണത്തിനെ പിന്തിരിപ്പിക്കുന്ന ആദ്യത്തെ ഫാക്റ്റ്. ഇത് സൗദി അറേബ്യ അവർക്ക് വേണ്ടപ്പെട്ട ചില GCC രാജ്യങ്ങളെ മാത്രം വിളിച്ചുകൂട്ടി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. UAE അതിനകത്ത് ഉൾപ്പെടുന്നില്ല. സൗദി അറേബ്യ 2-3 സ്ട്രാറ്റജി ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അവർ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ ടൈം കഴിഞ്ഞിട്ട് കോൾഡ് വാറിൻ്റെ ടൈമിൽ ഫോളോ ചെയ്തിരുന്ന ഐഡിയോളജിയൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. വൈ ദ GCC ഈസ് ലേണിംഗ് ടു ലിവ് വിത്ത് ഇറാൻ എന്നുള്ളതാണ് ഇതിൻ്റെ തലക്കെട്ട് തന്നെ. അപ്പോൾ ഈ യുദ്ധത്തിൽ ശരിക്കും ഗൾഫ് മേഖലയ്ക്ക് GCC രാജ്യങ്ങൾക്ക് ഇറാനെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ട്. ഇറാൻ വൾനറബിൾ ആണ്. അവരുടെ കയ്യിൽ ഈ GCC രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ രീതിയിലുള്ള ഡിഫൻസ് ടെക്നോളജി ഒന്നും ഇല്ല. പ്രത്യേകിച്ച് ആണവായുധമില്ല. ഒരുപക്ഷെ ആണവായുധത്തിലേക്ക് എത്തിക്കാനുള്ള എൻറിച്ച്ഡ് യുറേനിയം അവരുടെ കയ്യിലുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും ചർച്ചയിലൂടെ പരിഹരിച്ച് ആ യുറേനിയം കൈക്കലാക്കാം. 2019 സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊപ്പോസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രൊപ്പോസലിൽ അന്ന് GCC രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടി സംസാരിച്ചെങ്കിലും വ്യക്തമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും കൂടി വളരെ സാഹോദര്യത്തോടു കൂടി സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ആയിരുന്നു അത് എന്നാണ് ഇന്ന് സൗദി അറേബ്യ പറയുന്നത്. അന്ന് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. കാരണം അന്ന് ഇവർ രഹസ്യമായിട്ട് GCC മീറ്റിങ്ങിലാണ് ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്തിയത്. അറബ് സബ്മിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ ചർച്ചകളൊക്കെ നടത്തിയത്. ഇപ്പോഴാണ് അവർ ഇതൊക്കെ വിളിച്ച് പറയുന്നത്. അതായത് ഈ യുദ്ധം നടക്കാതിരിക്കാനും ഇറാനെ ഇങ്ങനെ തന്നെ വീക്കൻ ചെയ്ത് നിലനിർത്താനാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിലവിൽ ഇറാൻ്റെ ഉള്ളിൽ കുറച്ച് മിസൈലുകളുണ്ട്. അത് തന്നെ അവർക്ക് ഭീമമായ എക്സ്പെൻസസ് വരുത്തിക്കൊണ്ട് അവർക്ക് നെയ്ബർഹുഡ് രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് സൗദി അറേബ്യ അംഗീകരിക്കുന്നുണ്ട്. ഇറാൻ്റെ മിലിറ്ററിയെ പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും സൗദി അറേബ്യ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ വളരെ എഫക്റ്റീവായിട്ട് ശക്തമായ രീതിയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ എല്ലാം തന്നെ ഒട്ടാകെ വിഴുങ്ങാൻ പാകത്തിനുള്ള കപ്പാസിറ്റിയുള്ള ആർമി ഉണ്ടോ അവർക്കും ചോദിച്ചാൽ ഇല്ല. അതും സൗദി അറേബ്യ പറയുന്നുണ്ട്. അപ്പോൾ ഈ വൾനറബിലിറ്റിയെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് ഇറാനെ സൈഡ് ലൈൻ ചെയ്ത് എന്നേക്കുമായിട്ട് അവിടെ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിന് കാരണമായിട്ട് സൗദി അറേബ്യ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പം പോസ്റ്റ് വാർ എന്നുള്ളത് ആലോചിച്ച് നോക്കൂ എന്നുള്ളതാണ് അവർ എടുത്തു വെക്കുന്ന ഒരു പ്രിൻസിപ്പിൾ. പോസ്റ്റ് വാറിൽ ക്ഷയിച്ച ഇറാൻ അവിടെ ഉണ്ടാവും. ഇറാൻ അവിടെ ജിയോഗ്രഫിക്കലി ആ മാപ്പിൽ നിന്നും അപ്രത്യക്ഷമാകുന്നില്ല, ആകാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറാൻ്റെ IRGC റെജീം അഥവാ പരാജയപ്പെട്ടാലും അതൊരു ഭീകര സംഘടനയായിട്ട് അവിടെ തന്നെ തുടരും. മുക്കിലും മൂലയിലും ഇത്തരം ലെങ്തി ആയിട്ടുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ അവർ നിരന്തരം തുടരും. ഇത് ഒരു പൊതുശല്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അവരെ ക്ലാസ്സിൽ ചുമതല പഠിക്കാത്ത അലമ്പി നടക്കുന്ന ചെറുക്കന്മാരെ പിടിച്ചിട്ട് ലീഡറാക്കുമല്ലോ, ആ പരിപാടിയാണ് സൗദി അറേബ്യ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് മറ്റുള്ള GCC രാജ്യങ്ങളെ അവരുടെ ചിന്തയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ഉപയോഗിക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ ആണെന്നുണ്ടെങ്കിൽ ടെൽ അവീവുമായിട്ട് ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഇവിടെ ടെൽ അവീവിനെയും കൃത്യമായിട്ട് സൗദി അറേബ്യ എതിർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം UAE-യുമായിട്ടുള്ള കൂട്ടുകെട്ട്. UAE-ക്ക് അയൺ ഡോം കൊടുത്തിട്ടുണ്ട്, സൗദി അറേബ്യയ്ക്ക് കൊടുത്തിട്ടില്ല. കാരണം സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. പാകിസ്ഥാൻ അയൺ ഡോം പോയിട്ട് പാകിസ്ഥാനിന് പല്ലിമിഠായി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു രാജ്യത്തിന് ആണവായുധമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ന്യൂക്ലിയർ അംബർല എന്നുള്ള പേരിൽ ഒരു പേപ്പറിൽ ഒപ്പിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എന്തിനാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. യമനിൽ ബലിയാടാക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സോൾജേഴ്സിനെ കൊണ്ടുപോകാനാണ് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയയാണ് MBS ഇറക്കി കളിക്കുന്നത്. പാവം പാകിസ്ഥാൻ ഇത് അറിയത്തില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഓൾറെഡി 8000 പേരെ അവിടെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആർട്ടിക്കിൾ ഫൈനാൻഷ്യൽ ടൈംസ് ഉൾപ്പെടെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇറാൻ ആഫ്റ്റർ ദ വാർ എന്നുള്ള ഹെഡിങ്ങിലാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ ഇവിടെ നോൺ അഗ്രഷൻ പാക്ട് അതിലേക്ക് മാറുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇൻസ്പയർഡ് ബൈ ദ ഹിൽസിങ്കി കോൾഡ് വാർ എറയിൽ ഉപയോഗിച്ചിരുന്ന ഹിൽസിങ്കി പ്രോസസ്സ് അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യ. യൂറോപ്യൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതായത് നോൺ അഗ്രഷൻ പാക്ട് നടപ്പിലാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നോൺ അഗ്രഷനിലൂടെ ഇറാനെ വരുതിക്ക് വരുത്തണം. അതാണ് ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന പ്രിൻസിപ്പിൾ. ഇറ്റ്സ് ഓക്കെ, നല്ലതാണ്. പക്ഷേ ഇറാനെ വരുതിക്ക് വരുത്താൻ കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേലും അമേരിക്കയും വീണ്ടും യുറേനിയത്തിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി അടിക്കും. ആ സമയത്ത് ഞാൻ ഹിൽസിങ്കി പ്രോസസ്സിൽ ഇൻസ്പയർഡ് ആയിട്ട് നോൺ അഗ്രഷൻ പാക്ട് പ്രൊപ്പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തുരിതര മിസൈലുകൾ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് സൗദി അറേബ്യക്കുള്ളിലും വരും, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കുള്ളിലും വരും.
അപ്പോൾ സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നു യൂറോപ്പിൻ്റെ സപ്പോർട്ട് കിട്ടും, അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ മിക്ക GCC രാജ്യങ്ങളുടെയും സപ്പോർട്ട് കിട്ടും ഈ നോൺ അഗ്രഷൻ പാക്റ്റിനെന്ന് വിശ്വസിക്കുന്നുണ്ട് അവർ. സൗദി അറേബ്യയും അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ കൂട്ടാളികളായിട്ടുള്ള കുറച്ച് അറബ് രാജ്യങ്ങളും അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ ഉദ്ദേശിക്കുന്നത് ഈ വാർ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവരുടെ കാൽക്കുലേഷനെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. GCC രാജ്യങ്ങളുടെ കാൽക്കുലേഷനെ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ ഇടപെടൽ ശരിക്കും ഈ മേഖലയെ ഡയറക്റ്റായിട്ട് ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിടുകയാണ് ചെയ്തത്. അത് ഡയറക്റ്റ് അഗ്രഷൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നുള്ള തിരിച്ചറിവൊക്കെ സൗദി അറേബ്യയ്ക്ക് വന്നതായിട്ട് സൗദി അറേബ്യ തന്നെ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് സൗദി അറേബ്യ പറയുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിലെ IRGC എന്ന് പറഞ്ഞ റെജീം, ആ തീവ്ര മത നിലപാടുള്ള റെജീം ഇല്ലാതായി കഴിഞ്ഞാൽ ശരിക്കും UAEക്ക് അവിടെ ഡോമിനേഷൻ കിട്ടും ഇവിടെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ. അത് പാടില്ല. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന ലാവാൻ ഐലൻഡ് എന്ന് പറഞ്ഞുള്ള ഐലൻഡ് 9.2 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അവിടെ കുഴിച്ചെടുക്കാനുണ്ട്. ഇതെല്ലാം സൗദി അറേബ്യ കളിക്കുന്ന കളികളാണ്. ഈ നോൺ അഗ്രഷൻ പാക്റ്റ് ഒക്കെ ഈ താൽക്കാലികമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൗദി അറേബ്യയുടെ ഇരട്ടത്താപ്പും കളികളുമാണിത്. ഇപ്പം സൗദി അറേബ്യ ഇച്ചിരി അമേരിക്കയിൽ നിന്നും ഡിസ്റ്റൻസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതേ സൗദി അറേബ്യ വീണ്ടും അമേരിക്കയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കും. സൗദി അറേബ്യ ഓൾറെഡി തന്നെ പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ കൃത്യമായിട്ട് ഉദ്ദേശിച്ച കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഡിലേ ഉണ്ടാകാതെ അമേരിക്ക അവരുദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് യുറേനിയം എൻറിച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതേപോലെ എൻറിച്ച്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്ന 460 കിലോഗ്രാം യുറേനിയം ചോദിച്ചുകൊണ്ടുള്ള വിഷയത്തിലേക്ക് ശക്തമായ തീരുമാനം അമേരിക്കയും ഇസ്രായേലും എടുക്കേണ്ടിയിരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിലേ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൗദി അറേബ്യ വീണ്ടും അവരുടെ സൈഡിലുള്ള GCC രാജ്യങ്ങളെ വിളിച്ചു വരുത്തി ആ ഒരു കൂട്ടായ്മ സ്ട്രെങ്തൻ ചെയ്ത് നൈസിന് പല വിഷയങ്ങളും അഡ്വൈസ് ചെയ്ത് ജിയോ പൊളിറ്റിക്കലി അവർ പല വിഷയങ്ങളും തീരുമാനിച്ച് അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അപ്പോൾ ആ ഡിലേ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഖത്തറിനെ ഇറക്കി വിട്ടിരിക്കുന്നത്. ആ ഡിലേ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് അമേരിക്കയും ഇസ്രായേലിൻ്റെയും കൂട്ടായ്മ കൃത്യമായിട്ട് അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ച നിലപാട് മുന്നോട്ട് പോകുമോ, അല്ലാന്നുണ്ടെങ്കിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തുന്ന ഇൻഫ്ലുവൻസിന് വഴങ്ങി ഈ മിഷനിൽ നിന്നും പിൻവാങ്ങുമോ എന്നുള്ളത് നമ്മളിനി കണ്ടറിയണം. നിലവിലെ ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. പെൻറ്റഗൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അവർ ചർച്ച നടത്തുന്നത്, പെൻറ്റഗൺ. കാരണം ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിരവധി ആയുധങ്ങൾ അത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ വാക്ക് കേട്ടാണ് ഇവിടെ ഇറക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ സൗദി അറേബ്യ കാണിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് ഉൾട്ട അത് എങ്ങനെ അമേരിക്ക, സൗദി അറേബ്യ, അതേപോലെ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ബന്ധത്തെ ബാധിക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഈ സൗദി അറേബ്യയുടെ ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വൻ പരാജയമായിരിക്കും. പക്ഷെ അമേരിക്കയുടെ ആ ഒരു പരാജയം മറ്റൊരു കൂട്ടർക്ക്, ഭീകരവാദികളുണ്ടല്ലോ, ഐസ് പോലത്തെ ഭീകരവാദികൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ആവാനുള്ള സാധ്യതയും കൂടിയുണ്ട്. സിറിയയുടെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. അവരങ്ങ് ഇരച്ച് കയറി അങ്ങ് വരും. അപ്പോഴാണ് ഇവർ വീണ്ടും അമേരിക്കയെ വിളിക്കാൻ പോകുന്നത്. ശരിക്കും ഈ സൗദി അറേബ്യ എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നവർക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഈ ഭീകരവാദികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭരണം വരെ തെറിക്കും. MBS ആണെന്നൊന്നും അവന്മാർ നോക്കത്തില്ല. ഇങ്ങനെ പല രാജ്യങ്ങളുടെയും രാജാക്കന്മാരെ മുട്ടുകുത്തിപ്പിച്ച ചരിത്ര സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ ബഹ്റൈൻ്റെ സർക്കാർ ആടി ഉലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് സൗദി അറേബ്യയുടെ MBSന് ഇത്തരത്തിലുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തോന്നിയിരിക്കുന്നത്. എനിവേ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച്. മുഹമ്മദ് ജാവേദ് ഷെരീഫ് എന്ന് പറഞ്ഞ ഇറാൻ്റെ പണ്ടത്തെ ഫോറിൻ മിനിസ്റ്റർ, പുള്ളി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, പേർഷ്യൻ ഗൾഫിൻ്റെ സെക്യൂരിറ്റി നമ്മൾ തന്നെ നോക്കണം, അതാത് രാജ്യങ്ങൾ തന്നെ നോക്കണം, അമേരിക്കയെ കൊണ്ട് നോക്കിപ്പിക്കരുത് എന്ന് പുള്ളിക്കാരൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സൗദി അറേബ്യ എടുത്ത് ഭയങ്കരമായിട്ട് ലെക്ചർ നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ സൗദി അറേബ്യ എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സൗദി അറേബ്യ ചൈനീസ് ബ്രോക്കറേജ് ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയും ഇറാനും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചൈന ത്രൂ ഇറാനിലേക്ക് മെസ്സേജുകൾ കൈമാറാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ. അമേരിക്ക ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് നടക്കാത്ത കാര്യം സൗദി അറേബ്യ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സൗദി അറേബ്യ ചൈന ത്രൂ ഇൻഫ്ലുവൻസ് ചെയ്താൽ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പോസിബിലിറ്റീസ് ആർ ദെയർ. പക്ഷേ ഇറാൻ എൻറിച്ച്ഡ് യുറേനിയം കൊടുക്കുമോ സൗദി അറേബ്യ പറഞ്ഞാൽ? അതാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഷിയ മുസ്ലിംസ് ആയിട്ടുള്ള ഇറാൻ, സുന്നി മുസ്ലിംസ് ആയിട്ടുള്ള സൗദി അറേബ്യ പറഞ്ഞാൽ കേൾക്കുമോ? കാരണം ഇത് ഓൾറെഡി തന്നെ ഒരു പവർ പൊളിറ്റിക്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് പണ്ട് മുതൽക്കേ. അപ്പോൾ ആ പവർ പൊളിറ്റിക്സിൻ്റെ ഇടയിൽ സൗദി അറേബ്യയുടെ മെസ്സേജുമായിട്ട് ചൈന ചെല്ലുമോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ അതുപോലെ ഇന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഇന്ന് 3 ഷിപ്പുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ചൈനയിലേക്കുള്ള ഷിപ്പാണ്. ഖത്തറിൽ നിന്നുമാണ് ഈ ഷിപ്പുകൾ പോയത്. ടാങ്കർ ഫ്ലീറ്റുകൾക്കാണ് ഈ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും നിരവധി ടാങ്കർ ഫ്ലീറ്റുകൾക്ക് പെർമിഷൻ കൊടുക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള ഫ്ലീറ്റുകൾക്കാണ് പെർമിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഇരട്ടത്താപ്പിൻ്റെ കഥ കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അത് വേറെ ആരുമില്ല, യു കെയിൽ ഒരു നിയമം പാസ്സാക്കുകയാണ്. ആ നിയമം എന്തിനാണെന്ന് പറഞ്ഞാൽ റഷ്യൻ എണ്ണയ്ക്കുള്ള സാങ്ഷൻസ് നീക്കം ചെയ്തുകൊണ്ട്, ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള
ഒരു നിയമമാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ യു കെക്ക് ഒരു നാണവമാനമില്ലേ? ഈ റഷ്യൻ എണ്ണയ്ക്ക് എതിരെ, റഷ്യൻ ഫ്ലീറ്റുകൾക്കെതിരെയൊക്കെ യു കെ എടുത്തിരുന്ന നിലപാട് ഒരു രക്ഷയില്ലാത്ത നിലപാടായിരുന്നു. ആ യു കെ ഇന്ന് റഷ്യയ്ക്ക് മേലിൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ട് യു കെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇതിന് വേണ്ടിയിട്ടൊരു നിയമം പാസ്സാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ്. ആ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്ന കമ്പനികൾക്കെല്ലാം തന്നെ റഷ്യൻ എണ്ണ ധാരാളം ഇറക്കുമതി ചെയ്യാം യു കെയിലേക്ക്. കാരണം എന്താണ്? എണ്ണയില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇവർക്ക് എന്ത് തരത്തിലുള്ള ധാർമ്മികതയാണുള്ളത്? ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഉക്രൈൻ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം, ഉക്രൈൻ ആണെങ്കിൽ തെരഞ്ഞു പിടിച്ച് റഷ്യയുടെ എനർജി മേഖലകളെ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എനർജി എവിടെ നിന്ന് കിട്ടും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ റഷ്യ എണ്ണ കൊടുക്കാൻ പാടില്ല യു കെക്ക്. അതാണ് ചെയ്യേണ്ടത് ശരിക്കും. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ചർച്ചയിൽ റഷ്യൻ പൈപ്പ് ലൈൻ തുർക്ക്മെനിസ്ഥാൻ വഴി ചൈനയിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ ആ തുർക്ക്മെനിസ്ഥാൻ പൈപ്പ് ലൈനിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാം സൈബീരിയൻ പൈപ്പ് ലൈൻ കണക്ഷനെ. അതുവഴി ഏറ്റവും എളുപ്പത്തിൽ തന്നെ പൈപ്പ് ലൈൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ട്രഡീഷണൽ മെത്തേഡിൽ ടാങ്കർ ഫ്ലീറ്റ് വഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ 2 ആഴ്ച സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ പൈപ്പ് ലൈൻ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ധാരണയായിട്ടുണ്ട്. യു കെയുടെ ഇരട്ടത്തപ്പൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ഫ്ലോട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോട്ടിൽ ഗാസയിലേക്ക് യാത്ര ചെയ്ത് വന്ന കുറേ ആൾക്കാർ, ഈ ഗാസയ്ക്കുള്ളിൽ തന്നെ ആൾക്കാർ ദുരിത ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഫ്ലോട്ടിലയിൽ നിന്ന് വരുന്നവന്മാർ ഗാസയ്ക്കുള്ളിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു പിടുത്തമില്ല. മിനിഞ്ഞാന്ന് 2 ബോട്ട് വന്നു. ആ ബോട്ടിനെ അങ്ങനെ തന്നെ തിരികെ അയച്ച്. ഇന്നലെ 3 ബോട്ടുകളാണ് വന്നത്. ഈ 3 ബോട്ടിലും വന്ന ആൾക്കാർ ഈ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടല്ലോ, ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി മിനിസ്റ്റർ ഉണ്ടല്ലോ, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ കാറ്റഗറിയിൽ പ്രവർത്തിക്കുന്ന ഇതാമിർ ബെൻ ഗിവിർ, തീവ്ര വലതുപക്ഷ നിലപാടുള്ള വ്യക്തിയാണ്. ഈ വന്ന ആൾക്കാരെല്ലാം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പാർട്ടിസിപ്പൻ്റാണ്. അമേരിക്ക, സ്പെയിൻ, ഇറ്റലി, അൽബേനിയ, തുർക്കി, ഇങ്ങനത്തെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇവരെ എല്ലാം പിടിച്ച് അവരെ നീൽ ഡൗൺ ചെയ്യിപ്പിച്ച് വല്ലാത്ത രീതിയിൽ അവരെ അടിമകളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഡീലിങ്സ് ആണ് ഇതാമിർ ബെൻ ഗിവിർ നടത്തിയത്. അത് മാത്രമല്ല, അത് വീഡിയോ ഫുട്ടേജ് ആയിട്ട് എടുത്ത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇത് വല്ലാത്ത രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ഇസ്രായേലിനെതിരെ കനത്ത പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതാമിർ ബെൻ ഗിവിർ ചെയ്ത് കൂട്ടിയത് ശരിയായ നടപടിയല്ല. ഇസ്രായേലിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് അനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഹാബിറ്റാണ് ഇസ്രായേലിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാമിർ ബെൻ ഗിവിർ ചെയ്തത് ശരിയായില്ല എന്നുള്ള തരത്തിൽ ഒരു വിമർശന കുറിപ്പോടുകൂടി ഒരു ട്വീറ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. കാരണം ഖേദം പ്രകടിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നമായേനേത്. അതായത് നിങ്ങൾ വരുന്ന ആൾക്കാരെ പിടിച്ച് തിരികെ അയക്കൂ, കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു സ്ലേവ് സമ്പ്രദായം നടത്തിക്കൂട്ടുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നുള്ളതാണ് പരമാവധി ആൾക്കാരുടെ നിലപാട്. പിന്നെ ഇസ്രായേലുമായിട്ട് അതിയായ സ്നേഹമുള്ള ആൾക്കാർ കുറേ ഉണ്ട്. അവരിതിനെയൊക്കെ ന്യായീകരിക്കും. പക്ഷേ ഗാസയ്ക്കുള്ളിൽ നിന്നും തീവ്രവാദം നടത്തുന്ന തീവ്രവാദികൾ ഇതേപോലത്തെ പ്രവർത്തികൾ ചെയ്താൽ കുഴപ്പമില്ല. കാരണം അവർ തീവ്രവാദികളാണ്. പക്ഷേ തീവ്രവാദികളല്ല എന്നുള്ള തരത്തിൽ അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട്, മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഡെമോക്രറ്റിക് ഭരണകൂടം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പരമാവധി ആൾക്കാരുടെ ഒപ്പീനിയൻ. അപ്പോൾ എനിവേ, അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇതാമിർ ബെൻ ഗിവിറിനെ തന്നെ വിമർശിക്കേണ്ടി വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു താക്കീത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്. അപ്പോൾ യു കെയിലെ കീർ സ്റ്റാർമർ കാണിച്ച ഈ ഒരു പരിപാടി 19-ാം തീയതിയാണ് യു കെയിൽ ഈ നിയമം പാസ്സാക്കിയത്. അതുകൊണ്ടാണ് ഇന്ത്യയും വളരെ ശക്തമായിട്ട് റഷ്യൻ ഓയിൽ വാങ്ങിക്കാൻ അമേരിക്ക എതിർത്തുകൊണ്ടുള്ള തീരുമാനം നടപ്പിലാക്കിയത്. ഇത്രയും ശത്രുത കാണിച്ച് ഉക്രൈൻ്റെ പുറകിൽ ശക്തമായി നിലപാടെടുത്ത് നിൽക്കുന്ന യു കെക്ക് റഷ്യൻ എണ്ണ വാങ്ങിക്കാമെങ്കിൽ എന്തെല്ലാം നാടകങ്ങളായിരുന്നു. ഈ റഷ്യൻ എണ്ണയുടെ പേരിലല്ലേ ഇന്ത്യയുടെ മേളിലൊരു 3 മാസം 50% താരിഫ് ഇട്ട് വെച്ചിരുന്നത്. അതിന് പുനിറ്റീവ് താരിഫ് ഈ റഷ്യൻ എണ്ണയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു 25%. അപ്പോൾ ഇവർക്ക് നൊന്താൽ അത് നോവൂ, മറ്റുള്ളവർക്കാണെങ്കിൽ അതങ്ങനെയല്ല. അതാണ് സംഗതി. സായിപ്പിൻ്റെ അതേ ബുദ്ധി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേ, നമുക്ക് ഇതെല്ലാം കണ്ട് നല്ല രീതിയിൽ പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് ഇപ്പോൾ പഠിച്ച് കൃത്യമായിട്ട് ആ രീതിക്ക് തന്നെയാണ്, ആ ട്രാക്കിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ നടപടിയെടുത്താലും പിന്നെ യു കെക്കെതിരെ നടപടിയെടുക്കണ്ടേ? അതുകൊണ്ട് അമേരിക്ക തന്നെ ഇപ്പം എങ്ങനെ എണ്ണ വില കുറയ്ക്കുമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ എവറി അവറിൽ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പത്രസമ്മേളനം അനുസരിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എണ്ണയുടെ മേളിലുള്ള ഉപരോധം എടുത്ത് മാറ്റും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഉപരോധം എടുത്ത് മാറ്റിയിട്ടില്ല. പക്ഷേ എണ്ണ വില കുറഞ്ഞ് 95 ആയി. എങ്ങനെയുണ്ട്? ഇതാണ് ട്രംപ്.
ഒരു ബാരലിന് $110 വിലയുണ്ടായിരുന്ന എണ്ണ ഇന്ന് $95 മാറിയിരിക്കുന്നു. കാരണം എന്താണ്? ട്രംപിന്റെ ഇറാനിയൻ ക്രൂഡ് ഓയിലിന് മേലുള്ള ഉപരോധം എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വാർത്ത. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ എണ്ണവില താഴോട്ട് പോയിരിക്കുന്നത്. ഇനി നാളെ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കും. അപ്പോൾ വീണ്ടും എണ്ണവില ഉയരും. ഇതാണ് ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. വി ആർ റെഡി ഫോർ വാർ, യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ ആഗ്രഹങ്ങളെയൊക്കെ പൊളിച്ച് പാളിസാക്കി കൈ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് സമാധാനം, ഇനി നിങ്ങൾ എന്താണ് ഇനി നോൺ അഗ്രഷൻ? ഞങ്ങൾ ഓൾറെഡി അഗ്രസീവ് ആണ്. അതുകൊണ്ട് അമേരിക്ക യുദ്ധം തുടങ്ങുന്ന ആ മൊമെന്റിൽ GCC രാജ്യങ്ങൾക്ക് മേളിൽ ഞങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. ഇവിടെയാണ് സൗദി അറേബ്യയ്ക്കുള്ള ചാലഞ്ച്. ഇപ്പം ചൈനയെ വെച്ചിട്ട് സൗദി അറേബ്യ ഇറാനെ സമാധാനപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു വിഷയം. ഖത്തറിൽ നിന്നും ഇറാഖിൽ നിന്നും എണ്ണ കയറ്റിക്കൊണ്ടുവരുന്ന ടാങ്കർ ഫ്ലീറ്റുകളെ കടത്തിവിടാൻ ഇറാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. കാരണം ഖത്തറാണല്ലോ ഇറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക എടുത്ത് സംസാരിച്ചത്. അത്തരത്തിൽ പുതിയൊരു മീഡിയേഷൻ ചാനൽ ഇപ്പോൾ ഖത്തർ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ സൗദി അറേബ്യയുടെ ഈ നോൺ അഗ്രഷൻ പാക്ട് ആണ് ഇപ്പം ഖത്തറിനടുത്ത് പ്രപ്പോസ് ചെയ്യുന്നത്. അതായത് എല്ലാവരും കൂടി ചേർന്നിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പേർഷ്യൻ ഗൾഫിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ ചേർന്ന് ഒരുമിച്ച് ട്രംപിനെ കണ്ട് സംസാരിച്ച് കാല് പിടിച്ച് ഇനി യുദ്ധം വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, നിങ്ങൾ ഇതുവരെ ചെയ്ത ഉപകാരത്തിന് നന്ദി എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഇതിൽ UAE അവരോടൊപ്പം കൂടുന്നില്ല. ഇതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. ഇതിലൂടെ സൗദി അറേബ്യ പ്ലാൻ ചെയ്യുന്നത് UAE ഒറ്റപ്പെടുത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒപെക് പ്ലസിൽ നിന്നും UAE ഓൾറെഡി തന്നെ പുറത്തു പോയിട്ടുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ഓർഡർ ചേഞ്ച് ഇവിടെ നടന്നിട്ടുണ്ട്. അത് നടന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഇനി അങ്ങ് തുടരും, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ യുദ്ധം നിന്നാലും യുദ്ധം തുടർന്നാൽ UAEക്ക് ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ യുദ്ധം അവസാനിക്കുന്ന ആ മൊമെന്റ് മുതൽ UAE ഫ്ലോറിഷ് ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ UAEയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻ കണക്ടിവിറ്റി 50% വർക്ക് പൂർത്തിയായി എന്നാണ് UAEയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഒമാനിൽ നിന്നും 2000 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇന്ത്യയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ UAEയുടെ കണ്ടിന്യൂസ് സപ്ലൈ ഇന്ത്യയിലേക്ക് ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. വലിയൊരു കുതിച്ചു ചാട്ടമാണ് UAE ഇന്ത്യ റിലേഷൻഷിപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒമാൻ ഇന്ത്യയും UAEയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ. ചൈനയാണെങ്കിൽ NVIDIAയുടെ ചിപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞു കളഞ്ഞു. വേണ്ട എന്ന് അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. നിങ്ങൾ സോയാബീൻ കയറ്റി അയക്കൂ, ഇറച്ചി കയറ്റി അയക്കൂ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വാങ്ങിച്ചോളാം. പക്ഷേ ഈ NVIDIA ചിപ്പ്, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഗാഡ്ഗറ്റ്സ്, ഇതൊന്നും തന്നെ നമുക്ക് വേണ്ട, ഇതെല്ലാം നിങ്ങൾ തന്നെ വെച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചൈന. ശരിക്കും ട്രംപിന് ഈ ചൈന വിസിറ്റ് വലിയ തിരിച്ചടിയാണ്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെതന്യാഹുവിന് ചെറിയ രീതിയിൽ പൊതുജനങ്ങളുടെ സപ്പോർട്ടിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. സെപ്റ്റംബറിലാണ് ഇലക്ഷൻ. അതിനു മുമ്പ് നെതന്യാഹുവിൻ്റെ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യും എന്നാണ് ലിക്വിഡ് പാർട്ടി വിശ്വസിക്കുന്നത്. പ്രധാനമായിട്ടും ഇസ്രായേലിൻ്റെ ഉള്ളിൽ മിലിറ്ററി പേഴ്സണലിൻ്റെ എണ്ണത്തിൽ കുറവുണ്ട്. ചെറിയ നമ്പേഴ്സാണ്, ശരിക്കും ചെറിയ പോപ്പുലേഷൻ ആണല്ലോ. ഈ സാഹചര്യത്തിൽ ഈ ഹാർദി എന്ന് പറഞ്ഞിട്ട് ഹാർഡ് ലൈൻ ബിലീവേഴ്സ് ആയിട്ടുള്ള റൈറ്റ് വിങ് ജൂവിഷിൽ പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഈ പുരോഹിതന്മാരുടെ അവർ അനുയായികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിലോ ഉള്ള ആൾക്കാരാണ്. മതപഠനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കും കൂടി ഈ ആർമി ഡ്യൂട്ടി, IDF സെർവിങ് എന്ന് പറയുന്ന ആ ഒരു പീരിയഡ് മാൻഡേറ്ററി ആക്കണം എന്നുള്ളൊരു നിയമം പണ്ടേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ പാസ്സാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പലപ്പോഴായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. പിന്നീട് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് അതിനെ നീക്കം ചെയ്യും. അപ്പോൾ ഇങ്ങനെ നെസറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പലപ്പോഴായിട്ട് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഹാർദി ഗ്രൂപ്പിൽപ്പെട്ട ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ വ്യക്തികളെ ആർമിയിൽ ഉൾപ്പെടുത്തണം, മാൻഡേറ്ററി സർവീസ് അവർക്കും കൂടെ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള നിയമം കുറേ നാൾക്ക് മുമ്പേ നെസറ്റിൽ പാസ്സാക്കിയതാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഈ കൂട്ടർ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇവർ ഇസ്രായേൽ എന്ന് പറഞ്ഞ നേഷന് വേണ്ടിയിട്ട് പടപൊരുതാൻ അല്ലെങ്കിൽ ആർമിയിൽ പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകുന്നുള്ളൂ. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി IDFന് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതൊരു വലിയ കമ്മ്യൂണിറ്റിയാണ്. അവരെ രാജ്യത്തിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ തയ്യാറല്ല. ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് മാത്രം ഈ പ്രവർത്തിക്ക് തയ്യാറല്ലാത്ത രീതിയിൽ മാറി നിൽക്കുകയാണ്. ഇതൊരു പവർ സ്ട്രഗിൾ കൊണ്ടുവരുമോ എന്നുള്ളൊരു ഡൗട്ട് ലിക്വിഡ് പാർട്ടിക്ക് ഉണ്ട്. തീർച്ചയായിട്ടും കൊണ്ടുവരും. കാരണം മറ്റുള്ള ആൾക്കാർ ഇതിനെ നോക്കിയിരിക്കുകയാണല്ലോ. മറ്റുള്ളവരെല്ലാം IDFൽ സെർവ് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് മാത്രം ഒരു പ്രിവിലേജ്, അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ലെബനന്റെ ഉള്ളിലും ആക്രമണങ്ങൾ തുടരുകയാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് നെതന്യാഹു നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ, എനിക്കിപ്പോൾ ഇറാനുമായിട്ട് ധൃതിപ്പെട്ടൊരു ഡീൽ സൈൻ ചെയ്യണമെന്ന് ഒരു താല്പര്യമില്ല, നിങ്ങൾ സൗകര്യം പോലെ വന്നാൽ മതി, നെതന്യാഹുവിൻ്റെ കയ്യിൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ കയ്യിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ മാറി നിൽക്കും, ഇസ്രായേലിൻ്റെ കാര്യം നോക്കും. ഈ യുറേനിയം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ശരിക്കും അവർക്കാണ് ഇതൊരു ഭീഷണി. പ്രയോറിറ്റി അവർക്കാണ്. ഈ ഭീഷണിയിൽ പ്രയോറിറ്റി ഇസ്രായേലിനാണ്. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇറാൻ്റെ സൈഡിൽ നിന്നും ഭീഷണി നേരിടുന്ന രാജ്യം. അപ്പോൾ അതുകൊണ്ട് അവർ ആ കാര്യം വൃത്തിയായിട്ട് ചെയ്തോളും.
അതുകൊണ്ട് എനിക്കൊരു ധൃതിയില്ല, ഇറാൻ സാവധാനം തീരുമാനം എടുത്താൽ മതി എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സാവധാനം അങ്ങ് നീട്ടിക്കൊടുക്കാനല്ല, ആക്രമണത്തിന് തിരികൊളുത്തിയിട്ട് ട്രംപ് റെസ്റ്റ് എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സൗദി അറേബ്യയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം ഇറാൻ്റെ പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞു, ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഖത്തറിനെ വെച്ചിട്ടുള്ള ഇടപെടലുകൾ, അതുപോലെ ഇസ്രായേലിൻ്റെ നിലപാട്, ട്രംപിൻ്റെ പൊസിഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.